അതായത് നീ പോ മോനെ ദിനേശ ഡാഷ് മോനെയും രണ്ട് സ്വഭാവത്തിലുള്ളതാണ് എന്നാണ് എന്റെയും അഭിപ്രായം. പക്ഷെ ഇതില് ഇപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ മറ്റേത് PR ഏജൻസി പറഞ്ഞു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അയാളെ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തെലങ്കാന മുഖ്യമന്ത്രി പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇവിടുത്തെ കേരളത്തിലെ ഒരു സിനിമയിലെ ഒരു ഭയങ്കര ഒരു ഡയലോഗ്. മോഹൻലാൽ എന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളിൽ ഈ ഡാഷ് മോനെ എന്ന് ഉപയോഗിക്കുന്ന ഒരു ശൈലി മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം വളരെ ശക്തമായ ഭാഷയും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം പ്രകോപിതനായി ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുമെന്ന് എന്റെ യുക്തിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കണം ഈ ഘട്ടത്തിൽ എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും ഉപദേശിച്ചിരിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു മാസ് ഡയലോഗിന് മറ്റൊരു മാസ് ഡയലോഗിലൂടെ കുറച്ചുകൂടി വഷളായ എന്തെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അണമുട്ടിയാൽ ചേരയും കടിക്കും. അലസ്കെ അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ അതിനേക്കാൾ മനോഹരമായ സിനിമയുടെ അത്തരം ഡയലോഗുകൾ അദ്ദേഹം ഒരു സിനിമാ പ്രേമിയാണെങ്കിലും അറിയണമെന്നില്ല. രേവന്ത് റെഡ്ഡി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കേരളത്തിലെ നേതാക്കൾ തന്നെയാകണം, അതിലൊരു സംശയവുമില്ല, അതിൽ ഉറപ്പാണ്. ഇപ്പോൾ കേരളത്തിലെ സിനിമയിലെ ഒരു ഡയലോഗ് എന്ന നിലയിലായിക്കോട്ടെ, അതില്ലാതെ നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നത് എന്ന നിലയിലായിക്കോട്ടെ, അതെന്തായാലും. പിന്നെ ഈ നീ എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും ഏറെക്കുറെ ഒരേ അർത്ഥം വരുന്ന പ്രയോഗം തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിനി അങ്ങനെ അല്ലെങ്കിൽ പോലും രേവന്ത് റെഡ്ഡിയെ കൊണ്ട് അങ്ങനെ പറയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പങ്ക് ഉറപ്പായും ഉണ്ടാകും. എന്നാൽ അസിത പറഞ്ഞത് നമുക്ക് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ തിരിച്ച് CM-നെ കുറിച്ച് ആലോചിച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും പറയിച്ചതാണ് എന്നൊരു വിശ്വാസം എനിക്കില്ല. അദ്ദേഹം തന്നെ തീരുമാനിച്ച് പറയാൻ ഇത്തിരി കടുപ്പിച്ചിരുന്നോട്ട് എന്ന് തോന്നിയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഒരു കാര്യം, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഇനിയിപ്പം സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വലിയ കാര്യമില്ലെങ്കിലും മുഖ്യമന്ത്രി അത് മാറി ഇത്രയും രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ ഈ രേവന്ത് റെഡ്ഡിയെ പോലെ താഴോട്ട് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കസറിയാണ്. അത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്. ഇനി ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.